ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക പ്രൊഡക്റ്റിനെ കുറിച്ചാണ് കേട്ടോ. എന്തെന്നാൽ നമ്മൾ പണ്ടേ ഉപയോഗിച്ച് പോരുന്ന നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഏതാണെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ. അതിൻ്റെ യഥാർത്ഥ മൂല്യം നമുക്കറിയില്ല, പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കുന്നു. പക്ഷേ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ടൊന്നല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയും അത് നല്ലതാണ്. അവർ പറയുന്നത് നമ്മളെ പോലെ അവർക്ക് സയൻസ് അറിഞ്ഞിട്ടൊന്നല്ല, പക്ഷേ അവർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ ആയിരുന്നു അവരങ്ങനെ നല്ലതാണ് എന്നൊക്കെ അവർ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ, എങ്ങനെയൊക്കെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോസിലൊന്ന് നമുക്ക് നോക്കട്ടോ. നമ്മുടെ നാടിനെ തന്നെ കേരനാട് എന്നല്ലേ, കോക്കനട്ട് ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അപ്പം അതിൽ നിന്ന് തന്നെ ഈ തെങ്ങിൻ്റെയും തേങ്ങയുടെയും പ്രാധാന്യം, അതുപോലെ വെളിച്ചെണ്ണ പ്രാധാന്യം അതിൽ നിന്ന് തന്നെ വിളിച്ചോതുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ആയുർവേദത്തിലും ശീതള ഔഷധ എണ്ണ എന്നാണ് ഇതിനെക്കുറിച്ച് അറിയപ്പെടുന്നത്. പണ്ട് മുതൽക്ക് തന്നെ നമ്മൾ ഇത് മസാജ് ചെയ്യാനും, അതുപോലെ കുട്ടികൾക്ക് മസാജ് ചെയ്യാനും, ഭക്ഷണത്തിനും, മുടി വളർത്താനും, നമ്മുടെ തലയിൽ തേക്കാനും എല്ലാറ്റിനും, അതുപോലെ തന്നെ വിളക്ക് കത്തിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഈ എണ്ണ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഓയിലിൽ നിന്ന് നമ്മൾ റീഫൈൻഡ് ഓയിലിലേക്ക് മാറിയത് കാരണത്താൽ നമ്മൾ രോഗികളായി മാറി. ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ ഹെൽത്തിന് വളരെയധികം ഉപകാരം ചെയ്യും. അതുപോലെ ഹേർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ ഇത് വളരെയധികം ഉപകാരം ചെയ്യും. നമുക്ക് ആൾഷിമേഴ്സിനൊക്കെ കുറക്കാനൊക്കെ ഉള്ള കഴിവ് ഇതിലുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ ഹേർട്ടിന് എന്ന് പറഞ്ഞാൽ ബാഡ് കൊളസ്ട്രോൾ കുറക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനൊക്കെ ഉള്ള കഴിവ് ഈ എണ്ണക്കുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഒക്കെ ഉള്ള കഴിവുകൾ ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ബാക്ടീരിയലായിട്ടും ആൻറ്റി വൈറലായിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള കഴിവും ഈ എണ്ണക്കുണ്ട്. നമ്മുടെ സ്കിന്നിന് ഒരു മോയ്സ്ചറൈസറായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് സ്കിന്നിന് ഒരു മോയ്സ്ചറൈസറായിട്ടും, ഡ്രാൻഡ്രഫിനെതിരായിട്ടും, അതുപോലെ തന്നെ ഹെയർ ഫാളിനും, സ്കാൽപ്പിൻ്റെ നൗറിഷ്മെൻറ്റിനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു പ്രകൃതിദത്തമായൊരു ഓയിൽ തന്നെയാണ്, എണ്ണ തന്നെയാണ് വെളിച്ചെണ്ണ. നമുക്ക് ഇന്നത്തെ കാലത്ത് പറ്റിയ പിഴവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തിലെ കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ മോഡേൺ ആവാൻ പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട് കൂടുതൽ രോഗങ്ങളുമായി ഒക്കെ നമ്മളെ കൈവിട്ട് പോയത് കാരണം നമുക്ക് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മളിപ്പോൾ ഒരു മോഡേൺ ആയതുകൊണ്ട് നമ്മൾ നാച്ചുറൽ കാര്യങ്ങളൊക്കെ മറന്നു. ഇത് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അല്ല, ഇതൊരു ജീവിത ശൈലിയാണ്, ഇതൊരു ഔഷധമാണ്. അങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങൾ ഇതുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങി നമ്മൾ പണ്ടേ ഉള്ള ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഓയിലുകളിലേക്കും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ നമുക്ക് തിരിച്ചു പോകാം. അതുകൊണ്ട് തന്നെ എനർജെക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റും വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ ഗുണങ്ങളൊക്കെ ഇതിനുള്ളതുകൊണ്ട് തന്നെയാണ് എനർജെക്സിൻ്റെ എല്ലാ സാധനങ്ങളിലും നമ്മൾ വെളിച്ചെണ്ണയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ സോപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് ഈ വെളിച്ചെണ്ണയിലാണ്. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങാം. അതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു തോട്ട്.